ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ ന്യൂസ് 18 പറഞ്ഞു. ഒരു ഭൂമി കുലുക്കം എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഭൂമി കുലുക്കമല്ല എന്ന് NCS പറയുന്നുണ്ട്. അപ്പോ നാഷണൽ സീസ്മിക് സെന്ററിന്റെ ഒരു തരത്തിലും അവരുടെ പോർട്ടൽ പരിശോധിച്ചിട്ടും നേരിട്ട് സംസാരിച്ചിട്ടും ഭൂകമ്പമല്ല എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാവുന്ന വിധത്തിൽ അത് വന്നിട്ടുമില്ല. KSEB ഞങ്ങൾ സമീപിച്ചു. അവരുടെ കേന്ദ്ര സ്വീകരണ നിലയങ്ങളിൽ നിന്ന് ലഭിച്ച അനലോഗ് ഡിജിറ്റൽ സിഗ്നലുകൾ അതെല്ലാം പരിശോധിച്ചു. അവിടെയും ഭൂമി കുലുക്കം ഉണ്ടായതായി കാണുന്നില്ല. എന്തായാലും സംഭവത്തിന്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്ത് ഈ വിവരങ്ങൾ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഈ മേഖലയിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നവര് നോക്കുന്നുമുണ്ട്. ഞങ്ങള് ഭൗമ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാവരുമായി കൂടിയാലോചിച്ചപ്പോൾ അവർ പറയുന്നത്, സാധാരണ ഇത്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടായാൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴോ ഒരാഴ്ച കഴിയുമ്പോഴോ ഒക്കെ തെറ്റിയിരിക്കുന്ന ഏതെങ്കിലും പാറ സെറ്റിൽ ചെയ്യാവുന്ന, റോക്ക് സെറ്റിലിംഗ് എന്ന് പറയുന്ന തെറ്റിയിരിക്കാവുന്ന പാറ ഏതെങ്കിലും സെറ്റിൽ ചെയ്യാവുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശബ്ദമാകുമോ എന്ന് നോക്കുന്നുണ്ട്. പുഴുതനയിൽ നിന്ന് അങ്ങനെ പറയുന്നു, അമ്പലവയലിൽ നിന്ന് അങ്ങനെ പറയുന്നു. ഇതെല്ലാം ഞങ്ങള് അതത് സമയത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നോക്കാനുള്ള ശ്രദ്ധ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹെഡ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. നമ്മുടെ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിന്റെ ഹെഡും ഇവിടെയുണ്ട്. PM-ന്റെ വരവ് പ്രമാണിച്ച് ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയുണ്ട്. അവരാണ് ഇതിൽ ആധികാരികമായ അഭിപ്രായം പറയേണ്ടത്. ഈ മേഖലകളിലേക്ക് കിട്ടാവുന്ന വേഗത്തിൽ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളും ഇലക്ട്രോണിക് സംഭവങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പറയാവുന്ന വിധത്തിലുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടാത്തിടത്തോളം പിന്നെ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇതുവരെ അങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഏറ്റവും വേഗത്തിൽ ആ കാര്യങ്ങൾ നോക്കി. ഭൂമി കുലുക്കം ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുകയും ഇന്നിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന എല്ലാ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും കൂടി നേരിട്ട് ചെന്ന് അവരോട് എന്താണ് നിങ്ങളുടെ വികാരം എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ടാകും. സ്വാഭാവികമാണ്. അവരുടെ ടെൻഷൻ കൂടുതൽ വർദ്ധിപ്പിക്കാതിരിക്കുക. ആധികാരികമായി എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്താതെ മാറ്റുമോ ഇരുത്തുമോ അവിടെ തന്നെ ആകുമോ എന്ന ചോദ്യങ്ങൾക്ക് ആർക്കും ഇപ്പോൾ മറുപടി പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് ആശങ്കപ്പെടാതിരിക്കാൻ ആളുകളോട് പറയുക. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടം അതത് സമയത്ത് 1 മിനിറ്റ് പോലും പറ്റാതെ ആളുകളെ അറിയിക്കും. ലഭ്യമാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കേരളത്തിൽ ഇതെല്ലാം വയനാട്ടിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയും വരെ കാത്തിരിക്കുക. പ്രയാസമുണ്ടാകില്ല എന്ന് നമ്മൾ കരുതുക. എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ, ആ വിധത്തിൽ അത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രോൺ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഡ്രോൺ ഫ്ലൈറ്റ് നോക്കുകയാണ്. ആ പ്രദേശങ്ങളിൽ ആകാശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? നമുക്ക് ആളുകളെ കയറ്റിവിടാൻ കഴിയാത്ത വിധത്തിലുള്ള മഴയും പ്രയാസങ്ങളും അതിന്റെ ഭാഗമായി വഴുക്കലുകളും ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം നേരത്തെ തന്നെ 12:30 മണിയോടുകൂടി തന്നെ വിവിധ തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. അതത് സമയത്ത് തന്നെ നിങ്ങൾ അറിയിക്കും.